والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن اهتدى بهديه واستنى بسنته إلى يوم الدين أما بعد. നമ്മൾ പറഞ്ഞിരുന്നത് മൂന്നാമത്തെ ഖാഇദ, നമ്മുടെ 5 ഖാഇദകളിൽ മൂന്നാമത്തേത് അൽ മശഖ്ഖത്തു തജ്ലിബു അത്തൈസീർ. അതിന്റെ 2 തഫ്രീഉകൾ നമ്മൾ പറഞ്ഞു, അതിന്റെ 2 ശാഖകൾ. ഒന്നാമത്തേത് ലാ വാജിബ മഅൽ അജ്സ്, ലാ വാജിബ മഅൽ അജ്സ്, അശക്തി ആണെങ്കിൽ അതിന്റെ കൂടെ നിർബന്ധമില്ല. ലാ വാജിബ മഅൽ അജ്സ്. അതുപോലെ ലാ മുഹറമ മഅദ് ദറൂറ, നിർബന്ധിത സാഹചര്യത്തിൽ ഹറാമും ഇല്ല. ഒരു പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിതനാണ്, അപ്പൊ പിന്നെ ആ പ്രവൃത്തി അയാളുടെ ഹക്കിൽ, ആ വ്യക്തിയുടെ വിഷയത്തിൽ അത് പിന്നീട് ഹറാമല്ല. പിന്നെ മൂന്നാമത്തെ തഫ്രീഖ് നമ്മൾ പറഞ്ഞു അൽ ഹാജത്തുൽ ആമ്മ, പൊതുവായ ആവശ്യം തുനസ്സലു മൻസിലത്തുൽ ദറൂറ, ദറൂറത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തും, അതും ഹലാലാകും. ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഉദാഹരണം പറഞ്ഞത്? ബാങ്കിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. അതുപോലെ ഉള്ള ഒരു ഉദാഹരണമാണ് ചില നാടുകളിൽ ചില സാഹചര്യങ്ങളിൽ ഇഖ്തിലാത്തുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത്. അത് പറയുമ്പോ അല്ലാഹു മുസ്തആൻ, കുറെ ആൾക്കാര്, ഞാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവ് പറയാം. തെളിവ് ഈ ഖാഇദയാണ്. എന്താണ്? അൽ ഹാജത്തുൽ ആമ്മ. അപ്പൊ എന്ത് ചെയ്യണം? ഈ സാഹചര്യമായിട്ടുണ്ടോ എന്ന് നോക്കണം. അൽ ഹാജത്തുൽ ആമ്മ, ആമ്മായിട്ട് മുസ്ലിങ്ങൾക്ക് അത് ആവശ്യമായിട്ടുണ്ടോ ആ നാട്ടില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില നാടുകളിൽ ചില സാഹചര്യത്തിൽ, എല്ലാ നാട്ടിലും എല്ലാ സാഹചര്യത്തിലും അല്ല. ഇത് പറയുമ്പോൾ ചില ആൾക്കാര് ഇഖ്തിലാത്ത് ഹറാമാണെന്നുള്ള കുറെ തെളിവുകൾ നമുക്ക് പറഞ്ഞുതരും. ഇഖ്തിലാത്ത് ഹറാമാണെന്നുള്ള കാര്യത്തിൽ ഇഖ്തിലാഫില്ല, അത് മുത്തഫഖുൻ അലൈഹിയാണ്, യാതൊരു സംശയവുമില്ല. അതിനെതിരെ പറയുന്ന വാദങ്ങളൊക്കെ ശുബ്ഹത്തുകൾ മാത്രമാണ്. ഹറമില് തവാഫിൽ ഇഖ്തിലാത്തുണ്ടല്ലോ, റസൂലിന്റെ കാലത്ത് നിസ്കാരം പള്ളിയിൽ ഒരുമിച്ചായിരുന്നല്ലോ, അതൊക്കെ ശുബ്ഹത്തുകൾ മാത്രമാണ്. അതിനൊക്കെ വ്യക്തമായ വിശദീകരണങ്ങളുണ്ട്. തവാഫിന്റെ സമയത്ത് നമുക്കറിയാം ഇസ്തിസ്നാ ആണ്, സാധാരണ ഒരു അവസ്ഥയല്ല തവാഫ് എന്ന് പറയുന്നത്. അവിടെ വസ്ത്രം വ്യത്യാസമാണ്. ആ രൂപത്തിൽ നമ്മൾ പുറത്ത് തുണിയെടുത്ത് നടക്കും ഇല്ല. അതുപോലെ തന്നെ തവാഫിന്റെ സമയത്ത് പോലും സ്ത്രീ പുരുഷന്മാരെ വേർതിരിക്കുമായിരുന്നു സ്വഹാബത്തിന്റെ കാലത്ത്. സ്ത്രീകളെ പിറകിലേക്ക് മാറ്റാറുണ്ടായിരുന്നു. ഇനി മസ്ജിദിലാണെങ്കിലോ പുരുഷന്മാർ മുമ്പിലും സ്ത്രീകൾ ബാക്കിലും, നമസ്കാരം കഴിഞ്ഞ ഉടൻ സ്ത്രീകൾ പിരിഞ്ഞു പോകണം, ആണുങ്ങൾ അവിടെ തന്നെ ഇരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്ർ ചൊല്ലുന്നതിന് മുമ്പായിട്ട് സ്ത്രീകൾ പോകും. അതുപോലെ തന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയിലായിട്ട് കുട്ടികളുടെ സ്വഫ് ഉണ്ടാകും. ആൺകുട്ടികളുടെ സ്വഫും പെൺകുട്ടികളുടെ സ്വഫും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് മുതിർന്ന സ്ത്രീകൾ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ അത് ഇബാദത്താണ്, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇഖ്തിലാത്ത് ഹറാമാണെന്നുള്ളതിൽ 4 മദ്ഹബും ഇത്തിഫാഖാണ്. ഫുഖഹാക്കൾക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്ത മസലയാണ്. ഇജ്മാ ഉണ്ട് എന്ന് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് ജായിസാകും ഈ ഖാഇദയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഈ ഖാഇദ എന്ന് പറയുന്നത് അല്ലാഹ് ഇറക്കിയതാണോ എന്ന് ചോദിക്കും. അതിനുള്ള തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഈ ഖാഇദക്കുള്ള തെളിവ് എന്താണ്? ഇജാറത്തും അതുപോലെ തന്നെ ജുആലത്തും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അൽ മശഖ്ഖത്തു തജ്ലിബു തൈസീർ എന്ന് പറയുന്ന വലിയ ഖാഇദക്ക് നമ്മൾ തെളിവുകൾ പറഞ്ഞു. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അതുപോലെ തന്നെ വമൻ ഇദ്തുറ ഗൈറ ബാഗിൻ വലാ ആദ്. അതുപോലെ തന്നെ പിന്നെ അഹബ്ബദ്ദീനി ഇലല്ലാഹി അഹബ്ബദ്ദീനി ഇലല്ലാഹി അൽ ഹനീഫിയത്തു സംഹ, അങ്ങനെയുള്ള ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പൊതുവായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളും പിന്നെ ഈ ഹവയുടെ ആളുകളും ഇഖ്തിലാത്ത് അനുവദിക്കുന്ന ആളുകളും നമ്മൾ വ്യത്യാസം എന്താണ്? കുറെ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്ക് എണ്ണ. ഒന്ന്, ഇത് അസ്ലിൽ ഹറാമാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഇഖ്തിലാത്ത് എന്നുള്ളത്. അത് അഹ്ലുൽ അഹ്വ, നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തുകാരാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള മുബ്തദികളാണെങ്കിലും ഇഖ്വാനികളാണെങ്കിലും അവരിൽ പലരും ഇത് ജായിസാണെന്ന് പറയുന്നവരാണ്. നമ്മൾ ജായിസാണെന്ന് പറയുന്നില്ല. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തേത്, നമ്മൾ പറയുന്നത് ഈ ഒരു ഷെറില്ലാതെ, ഇഖ്തിലാത്ത് എന്ന് പറയുന്ന ഈ ഷെറില്ലാതെ മറ്റൊരു സാഹചര്യത്തിൽ പഠിക്കാൻ സാധിക്കുമെങ്കിൽ, അത് നമ്മുടെ നാട് വിട്ടു പോയിട്ടാണെങ്കിൽ വരെ, നമ്മൾ നാട് ഉപേക്ഷിച്ച് വേറെ നാട്ടിൽ പോയാൽ അവിടെ നല്ലൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കണം. 2. മൂന്നാമത്തേത്, ഇനി നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ നാട് ഉപേക്ഷിച്ച് ഇഖ്തിലാത്ത് ഇല്ലാത്തൊരു സ്ഥാപനത്തിന് വേണ്ടി വേറെ നാട്ടിലേക്ക് മാറണം എന്ന് പറഞ്ഞത് ശൈഖ് ഇബ്നു ഉസൈമീനാണ് റഹിമഹുല്ലാഹ്. അതുപോലെ ഇനി അങ്ങനെ മാറാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ
ഇതില്ലാത്ത സ്കൂൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുവരെ ആരും പറയുന്നില്ല, ആരും ശ്രമിച്ചും കാണുന്നില്ല. നാലാമത്തേത്, പെൺകുട്ടികൾക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പഠിക്കാൻ പാടില്ല. അത് പല ആളുകളും, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അങ്ങനെ വിടുന്ന ആൾക്കാരുണ്ട്. പെൺകുട്ടികളെ, പ്രായപൂർത്തിയായതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികളെ സ്കൂളിൽ വിടുന്നവരുണ്ട്. സ്ത്രീകൾക്ക് ഇങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഇസ്ലാമില് അവർക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമില്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്കാണ് കുടുംബം നോക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത്. ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ ഇപ്പൊ നമുക്ക് പള്ളികളും മറ്റു സംവിധാനങ്ങളുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് ഇത് ഒരു നിലക്കും പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം എന്താണ്? അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ, ഇങ്ങനെയുള്ള ഹവയുടെ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ പറയുന്നത് ഈ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദാണ്. പുരുഷന്മാരുടെ പോലെയല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് അത്തരം സാഹചര്യങ്ങൾ പഠിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തേത്, ഒരാൾ ഇനി ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ പോയി എന്നിട്ട് അവൻ തോന്നുകയാണ് ഞാനൊരു ഫിത്നയിൽ പെടും എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവന് തോന്നി ഇന്ന സ്ഥാപനത്തിൽ ചേർന്നാൽ എനിക്ക് ഫിത്നയാകും, അല്ലെങ്കിൽ ചേർന്നതിന് ശേഷം തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അവൻ നിർത്തൽ നിർബന്ധമാണ്, വലിയൊരു കുഴപ്പത്തിൽ പെടുമെന്ന് തോന്നിയാൽ. 6, അങ്ങനെ ഒരാൾ നിർത്തിയാൽ അവനെ തടയാൻ അവന്റെ മാതാപിതാക്കൾക്കോ വേറെ ആർക്കെങ്കിലോ യാതൊരു അവകാശമില്ല. അല്ലാ ത്വഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെ അനുസരിക്കേണ്ട കാര്യമില്ല. 6. അതുപോലെ തന്നെ 7ാമത്തെ വ്യത്യാസം, ഹവയുടെ ആളുകളും അഹ്ലുസുന്നത്തും തമ്മിലുള്ള വ്യത്യാസം ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് ഈ ഖാഇദയുടെ അടിസ്ഥാനത്തിൽ പൊതുവായൊരു ആവശ്യം വന്നിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് അനുവദിക്കുന്നത്. ഇനി ഒരാൾ മുജ്തഹിദായ ഒരു ആലിം അല്ലെങ്കിൽ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ പറയാണ് അങ്ങനെ ഒരു ആവശ്യമില്ല, നമുക്ക് മറ്റു വല്ല ജോലികളും ചെയ്ത് ജീവിക്കാം, അതുപോലെ തന്നെ സ്കൂളിൽ പോകാതെ നിലവാരം താരതമ്യേന കുറവാണെങ്കിലും ബദലായിട്ടുള്ള മാർഗങ്ങളുണ്ട്, പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്, ഓപ്പൺ ഡിഗ്രികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മതി എന്നൊരാൾ പറഞ്ഞാൽ അതവന്റെ ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തീരെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. ഷെയ്ഖ് മുഖ്ബിർ റഹ്മഹുല്ലാ, അതുപോലെ ഷെയ്ഖ് റബി, അതുപോലെ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ, ഒരു സാഹചര്യത്തിൽ പോകാൻ പാടില്ല എന്നാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളത്. അത് അവരുടെ ഇജ്തിഹാദാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അത് ഈ ഹവയുടെ ആൾക്കാർ ബഹുമാനിക്കൂല, അവരതിനെ പരിഹസിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ വ്യത്യാസങ്ങളാണ്. എന്നാൽ ദലീലുകളോട് യോജിച്ചതായി മനസ്സിലാകുന്നത് വല്ലാഹു ആലം ഇങ്ങനെയുള്ള നിർബന്ധ സാഹചര്യത്തിൽ, വേറെ ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ പഠിക്കാം എന്നാണ്. ഇത് അഹ്ലുസുന്നത്തിന്റെ പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളതാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അതുപോലുള്ള ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇതാണ് ഈ ഖാഇദയോട് യോജിച്ചതായി കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഈ ഇഖ്തിലാത്ത് എന്ന് പറയുന്നത് അത് എപ്പോഴാണ്, ഞാൻ ഈ വ്യത്യാസങ്ങൾ പറഞ്ഞു, ഈ വ്യത്യാസങ്ങൾ അംഗീകരിക്കാത്ത ഒരാൾ അനുവദിക്കുകയാണെങ്കിൽ അത് ഇജ്മാഇനെതിരായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ വ്യത്യാസങ്ങളില്ലാതെ ഒരാൾ നിരുപാധികം അനുവദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് അഹ്ലുസുന്നത്തിന്റെ ഇജ്മാഇനെതിരായിട്ടുള്ള സംഗതിയാണ്. അടുത്ത തഫ്രീഅ്, 4ാമത്തെ തഫ്രീഅ് ഈ ഖാഇദയുടെ, മാ മുനിഅ സദ്ദൻ ലിദ്ദരീഅ ജാസ ലിൽ മസ്ലഹ. മാ മുനിഅ, എന്തൊരു കാര്യമാണോ വിലക്കപ്പെട്ടത്, സദ്ദൻ ലിദ്ദരീഅ, നേരത്തെ നമ്മൾ പറഞ്ഞു സദ്ദു ദരീഅ, സീറ്റ് ബെൽറ്റിന്റെ ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞു. ഹറാമിലേക്കുള്ള വസീല എന്നുള്ള നിലക്ക് ഒരു കാര്യം ഇസ്ലാം തടഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ ലിൽ മസ്ലഹ, അത് വലിയ മസ്ലഹത്തിന് അഥവാ ആ അപകടത്തെക്കാൾ വലിയ ഒരു ഗുണമുണ്ടെങ്കിൽ അക്കാര്യം അനുവദിക്കപ്പെടും. ഉദാഹരണത്തിന് പെണ്ണ് കാണല്. പെണ്ണ് കാണുക എന്നുള്ളത് എന്താണ്? അസ്ലില് ഒരു പെണ്ണിനെ കാണുക എന്നുള്ളത് എന്താണ്? ഹറാമാണ്. പെണ്ണിനെ നോക്കുക എന്നുള്ളത് ഖുലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. അതുപോലെ തന്നെ വൽ ഐനാനി സിനാഹുമൻ നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഒരു അന്യ സ്ത്രീയെ നോക്കുക എന്നുള്ളത് ഹറാമാക്കിയത്. ആ കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കുക എന്നുള്ള ആ പ്രക്രിയ, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, അതിനുശേഷം ഉണ്ടാകുന്ന ഫിത്ന. ആ സ്ത്രീ പെണ്ണിനെ നോക്കി ആസ്വദിക്കുക എന്നുള്ളത് ഹറാമാണ്. ഒരാൾ അങ്ങനെ ഒരു ആസ്വാദനമില്ലാതെ വെറുതെ നോക്കുക എന്നുള്ളത് എന്താണ്? അതില് തെറ്റൊന്നുമില്ല അസ്ലില്, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുന്നത് നമുക്കറിയാം. അത് കാരണം കൊണ്ടാണ് ഈ നോട്ടം തന്നെ ഹറാമാക്കിയത്. അപ്പൊ അങ്ങനെ ഷെറിലേക്കുള്ള വസീല എന്ന നിലക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? അതിനേക്കാളും വലിയൊരു ഗുണം വരുമ്പോൾ അത് അനുവദിക്കും. ഉദാഹരണത്തിന് അന്യ സ്ത്രീയെ നോക്കുക കൊണ്ടുണ്ടാകുന്ന ഫിത്ന, അതിനേക്കാളും വലിയ ഫിത്ന ഉണ്ടാവും എപ്പോ? പെണ്ണ് കാണാതെ കെട്ടിയാല്
ചിലപ്പോൾ വലിയ ഫിത്തനകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്തു? അത് അനുവദിച്ചു. പെണ്ണ് കാണുക എന്നുള്ളത് അനുവദിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, മഹറമില്ലാതെ സ്ത്രീകൾ യാത്ര ചെയ്യുക എന്നുള്ളത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. പാടില്ല. അത് ഹജ്ജിനായാലും ഉംറക്കായാലും ഏത് യാത്രക്കായാലും പാടില്ല. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. ഇജ്മാ ഉള്ള കാര്യമാണ്. എന്ത്? ഒരു മുസ്ലിം സ്ത്രീ കാഫിർ നാട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിം രാജ്യത്തേക്ക് ഹിജ്റ പോവുകയാണെങ്കിൽ മഹറമില്ലാതെ യാത്ര ചെയ്യാമെന്നതിൽ ഇജ്മാ ഉണ്ട്. കാരണം ഇസ്ലാം സ്വീകരിച്ച ആ പെണ്ണിന് മഹറമായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോ എന്തുകൊണ്ടാണ് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത്? മഹറമില്ലാതെ അവൾ ഉപദ്രവിക്കപ്പെടുന്നതുകൊണ്ടാണ്. ആ കാഫിർ രാജ്യത്ത് അവൾ തുടർന്നാലോ അതിലും വലിയ ഉപദ്രവം ഉണ്ടാവും. അപ്പോ ആ യാത്ര എന്ത് ചെയ്തു? അനുവദിച്ചു. അപ്പൊ സദ്ദു ദരിയയായിട്ട് ഹറാമിലേക്കുള്ള മാർഗമായിട്ട് വിലക്കപ്പെട്ടതാണ് സ്ത്രീകളുടെ മഹ്റമില്ലാതെയുള്ള യാത്ര. അതുകൊണ്ട് മസ്ലഹത്ത് വന്നപ്പോൾ അതെന്ത് ചെയ്തു? അനുവദിച്ചു. ആ യാത്ര അനുവദിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കായിദയുടെ മറ്റൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ ഉള്ള നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നമുക്കറിയാം എവിടെയാണുള്ളത് എന്നുള്ളത്. അപ്പൊ ആ സംഗതി അവിടെ മസ്ജിദ് നബവിയിൽ അതിന്റെ ആ ചുമരുകൾക്കുള്ളിൽ ഒരു ഖബറുണ്ട് എന്നതിന്റെ പേരിൽ അവിടെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഖബറുള്ള പള്ളിയിലൊക്കെ നിസ്കരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിസ്കാരം അനുവദിച്ചത്? ഒന്നാമത്, ആ ഖബർ നിൽക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്നത് മസ്ജിദ് നബവിയിലല്ല. നമുക്കൊക്കെ അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് ഖബറടക്കിയത്. ആ വീട് പിന്നീട് പള്ളി വികസിപ്പിച്ചപ്പോൾ പള്ളിയുടെ ഉള്ളിലായിപ്പോയി. അതേതുപോലെയാണ്. നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ടോയ്ലറ്റ് ഉണ്ട്. നാളെ ഈ പള്ളി വലുതാക്കിയപ്പോ അതിന്റെ അപ്പുറത്തേക്ക് പള്ളി അങ്ങനെ വലുതാക്കി പോയാല് നമ്മൾ ആരെങ്കിലും പറയുമോ ഞാൻ പള്ളിയിൽ മൂത്രവെച്ചു എന്ന്? ഇല്ല. ആ സ്ഥലം ടോയ്ലറ്റിന് വേണ്ടി മാറ്റിയതാണ്. അത് പള്ളിയിൽപ്പെട്ട സ്ഥലമല്ല. അതിന്റെ അപ്പുറത്തുള്ളത് പള്ളിയാണ്. അതുപോലെ ഈ ഖബർ എന്ന് പറയുന്ന സ്ഥലം പള്ളിയല്ല. അത് പള്ളിയുടെ ചുമരുകൾക്കുള്ളിലാണ്. പക്ഷെ അത് പള്ളിയുടെ ഭാഗമല്ല അത്രയും സ്ഥലം. ഇനി പള്ളിയിൽ തന്നെ ആയിരുന്നു സങ്കല്പിക്കുക. എന്നാൽ തന്നെ നമ്മുടെ ഈ കായിദ വെച്ച് നമുക്ക് മറുപടി പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഖബറുള്ള പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അത് പതുക്കെ പതുക്കെ ആ ഖബറാളിയെ ആരാധിക്കുന്നതിലേക്ക് പോകും, ഷിർക്കിലേക്ക് എത്തും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഹറാമിലേക്ക്, ഷിർക്കിലേക്ക് ഒക്കെ എത്തും എന്നതുകൊണ്ട് വിലക്കപ്പെട്ട സംഗതിയാണ് ഖബറുള്ള പള്ളിയിലെ നമസ്കാരം. അങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അനുവദിക്കും. ഇവിടെ മസ്ലഹത്ത് എന്താണ്? 1000 ഇരട്ടി പ്രതിഫലം. മറ്റ് മസ്ജിദുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളുടെ നമസ്കാരം. അതുകൊണ്ട് തന്നെ ആ വലിയ മസ്ലഹത്തിന് ഇത് അനുവദിക്കപ്പെടും. ഇക്കാര്യം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഹ്ദീറുസ് സാജിദ് മിൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ് എന്നുള്ള കിതാബിൽ ഈ ഖായിദക്കുള്ള ഉദാഹരണമായിട്ട് മസ്ജിദ് നബവിയിലെ നമസ്കാരം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം, ഫോട്ടോ എടുക്കുക എന്നുള്ളത്. നമുക്കറിയാം ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്. പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ഹറാമാക്കിയത്? ഷിർക്കിലേക്കുള്ള വസീലയാകും, ഷിർക്കിലേക്കുള്ള ഒരു മാർഗമാണ് ഫോട്ടോ എന്നുള്ളത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിൽ ഷിർക്കുണ്ടായത്. അവരുടെ ചിത്രം വരച്ചു, പിന്നീട് പ്രതിമയുണ്ടാക്കി. അങ്ങനെയാണ് ഷിർക്ക് തുടങ്ങിയത്. അപ്പൊ ഈ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ട് ഹറാമാക്കിയതാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മസ്ലഹത്ത് ഉണ്ടാകും. എന്ത് ചെയ്യും? അത് അനുവദിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് ലറൂറത്താണോ? ഈ പറഞ്ഞതിൽ ലറൂറത്തിലാണോ, ഹാജത്തിലാണോ, കമാലിയത്തിലാണോ ഉൾപ്പെടാ? ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ഒരു ഹാജത്താണ്, ലറൂറത്തില്ല. നമുക്ക് നടന്നു പോകാം, മറ്റേ ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ ഒക്കെ നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ യാത്ര ചെയ്യാം. ലറൂറത്ത് എന്നുള്ള നിലക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇപ്പോഴും കുതിരപ്പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമുക്ക് വേറെ വണ്ടി വിളിച്ചു പോകാം. നമുക്ക് സ്വന്തമായിട്ട് ലൈസൻസ് വേണം എന്നുള്ളത് ഒരു ഹാജത്ത് മാത്രമാണ്, ലറൂറത്തല്ല. അപ്പോ എന്തുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഫോട്ടോ അനുവദിക്കുന്നു? നമ്മൾ മുമ്പ് 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ നമ്മളൊരു മുത്തനാഖിൽ, ഒരു വൈരുദ്ധ്യാധിഷ്ഠിതവാദിയായി മാറുക, അല്ലെങ്കിൽ ഈ കായിദ അംഗീകരിക്കുക. സദ്ദ് ദരിയായിട്ട് ഹറാമാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? മസ്ലഹത്ത് വന്നാൽ ജായിസാകും എന്ന കാര്യം അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാദങ്ങൾ വൈരുദ്ധ്യമായിരിക്കും. അപ്പോ ഫോട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ മറ്റ് പല കാര്യങ്ങൾക്ക് ഫോട്ടോ എടുക്കാറുണ്ട്, ഫോട്ടോ ഒട്ടിക്കാറുണ്ട്. ഇപ്പോ ഒരു കോളേജിൽ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ജാമിയ ഇസ്ലാമിയ വേറെ ഏതെങ്കിലും ഇസ്ലാമിക സ്ഥാപനത്തിൽ ഏതെങ്കിലും മദ്രസയിലൊക്കെ ചേരുമ്പോൾ നമ്മൾ ഫോട്ടോ അവിടെ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് കൊടുക്കുന്നത്? അവിടെ പഠിക്കുക ദറൂറത്തുണ്ടോ? ഇല്ല, ഹാജത്താണ്.
അപ്പൊ ഹാജത്ത് മതി, മസ്ലഹത്ത് മതി, സദ്ദു ദരിയയായിട്ട് ഹറാമായ കാര്യം ജായിസാകാൻ. ഇനി അടുത്ത തഫ്രീഅ്, അഞ്ചാമത്തെ തഫ്രീഅ്, ഈ മൂന്നാമത്തെ ഖാഇദയുടെ അഞ്ചാമത്തെ ശാഖ, യുഗ്തഫറു തബഅൻ മാ ലാ യുഗ്തഫറു ഖസ്ദൻ. ആ വാക്ക് അല്പം സംശയം തോന്നും. മൂന്ന് നാല് പറഞ്ഞു കഴിഞ്ഞു, അഞ്ചാമത്തെ അല്ലേ? യുഗ്തഫറു തബഅൻ മാ ലാ യുഗ്തഫറു അസ്ലൻ. അടിസ്ഥാനപരമായി അനുവദിക്കപ്പെടാത്ത കാര്യം തബഅായിട്ട് മറ്റൊന്നിന്റെ കൂടെ വരുന്ന സമയത്ത് അനുവദിക്കപ്പെടും എന്ന് പറഞ്ഞാല്, ഒരു സംഗതി ഹറാമായിരിക്കും, പക്ഷെ അത് ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നത്, മറ്റൊന്നിന്റെ കൂടെ അത് നടക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അത് അനുവദിക്കപ്പെടും. ഇത് ഇബ്നു തൈമിയ്യയും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇപ്പൊ കച്ചവടത്തിൽ ഉള്ള നിയമമാണ്, കച്ചവടത്തിന്റെ ഒരു ഷർത്താണ്. 7 ഷർത്തുകളുണ്ട്. നമ്മളൊരു സാധനം ഒരാൾക്ക് വിൽക്കണമെങ്കിൽ അതിലൊരു ഷർത്താണ്, നമ്മൾ വിൽക്കുന്ന സാധനം മുബാഹുൽ മൻഫഅ, അതിനൊരു ഉപകാരം ഉണ്ടാവണം. ആ ഉപകാരം ഹലാലായതായിരിക്കണം. ഹലാലായ ഒരു ഉപകാരം ഉണ്ടായിരിക്കണം ആ സാധനത്തിന്. അല്ലാത്തൊരു സാധനം വിൽക്കാൻ പാടില്ല. ഇപ്പൊ കുറെ ചീഞ്ഞ പഴങ്ങൾ അയാൾ വിൽക്കുകയാണ്, അത് വളമായിട്ട് ഉപയോഗിക്കാനോ അങ്ങനൊന്നുമല്ല, ഒരു ഉപകാരമില്ലാത്തൊരു സാധനം നമ്മൾ വിൽക്കുകയാണ്. വെറുതെ കുറെ മണ്ണ് വാരി വിൽക്കുക, അത് വലിയ ലോഡ് മണ്ണ് അവിടെ കൊണ്ട് ഇടാനല്ല, ആവശ്യമില്ലാത്തൊരു വസ്തു, ഉപദ്രവകരമായിട്ടുള്ള വസ്തു, അല്ലെങ്കിൽ ഹറാമായ ഉപകാരമുള്ള, അപ്പൊ കള്ള്, ഇത് നമുക്ക് വിൽക്കാൻ പാടില്ല. പക്ഷേ ഒരാൾ കുറെ പഴം വിൽക്കുകയാണ്, ആ പഴത്തിന്റെ ഉള്ളിൽ കുറെ പുഴുക്കളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ടണ്ണ് കണക്കിന് മാങ്ങ വിൽക്കുമ്പോൾ ചിലപ്പോൾ തൂക്കി നോക്കി 1 കിലോ ഒക്കെ പുഴുണ്ടാവും. മൊത്തം പുഴുവിനടുപ്പിച്ച് തൂക്കിയാൽ 1 കിലോ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ 1 ടണ്ണിന്റെ പൈസ കൊടുത്തു. അപ്പൊ ഇയാൾ ഫലത്തിൽ എന്താണ്, 1 കിലോ പുഴുവിനുള്ള പൈസയും കൂടി ഇയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുഴുവിനെ വിൽക്കുക എന്നുള്ളത് അസ്ലിൽ ജായിസ് അല്ല. വേറെ എന്തെങ്കിലും ഉപകാരമുള്ള പുഴുവിനെ കൊണ്ട് എന്തെങ്കിലും പണിയെടുക്കുന്ന ആളാണെങ്കിൽ വിൽക്കാം, അല്ലാതെ വിൽക്കുന്നത് ഹറാമാണ്. പക്ഷെ എന്ത് ചെയ്തു, ഈ വലിയ ടണ്ണിന്റെ കൂടെ ആയതുകൊണ്ട് അതെന്തായി, ജായിസായി. അപ്പൊ ഈ യുഗ്തഫറു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്. തബ ആയിക്കൊണ്ട് മറ്റൊന്നിന്റെ പിന്നാലെ വരുന്ന സമയത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെടും, അസ്ലിൽ വിട്ടുവീഴ്ചയില്ലാത്ത കാര്യം. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഒരാൾ വീട് വാടക കൊടുക്കുകയാണ്. സാധാരണ ഉണ്ടാവുന്ന ഒരു സംശയമാണ്, നമ്മളൊരു വീട് ഒരാൾക്ക് വാടക കൊടുക്കുകയാണ്. അപ്പൊ ഈ വാടക എടുക്കുന്ന ആൾ കാഫിറായിരിക്കും, ചിലപ്പോ ഫാസിഖായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ആ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഹറാമ് ചെയ്യാൻ സാധ്യതയുണ്ട്. TV കാണും, സിനിമ കാണും, അതൊക്കെ സാധാരണ നടക്കുന്നതാണ്. അപ്പൊ സാധാരണഗതിയിൽ TV കാണുക എന്നുള്ളത്, TV കാണാൻ വേണ്ടി ഒരു റൂം, ഇപ്പൊ നമ്മളൊരു ക്ലബിന് ഒരു റൂം വാടക കൊടുക്കണം, അവിടെ നടക്കുന്ന മെയിൻ പരിപാടി TV കാണലായിരിക്കും. അപ്പൊ ഇത് ഹറാമാണ്, കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് വീടായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വീട്ടിൽ അസ്ലെന്താണ്, താമസമാണ്. അതിന്റെ കൂടെ അവൻ ചെയ്യുന്നതാണ് ഈ TV കാണൽ എന്നുള്ളത്. അത് അസ്ലല്ല. അസ്ൽ ഇടപാട് അവന് കടന്നുറങ്ങാൻ, അവന്റെ താമസത്തിനാണ് ആ വീട് കൊടുക്കുന്നത്. അങ്ങനെ. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, ഒരു പലചരക്ക് കട തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റൂം വാടക കൊടുത്തു. അത് ചിലപ്പോൾ സിഗരറ്റ് വിൽക്കും. അപ്പൊ സിഗരറ്റ് വിൽക്കാൻ, ഒരു സിഗരറ്റിന്റെ ബ്രാഞ്ച് തുടങ്ങാൻ, അതിന്റെ ഒരു കട തുടങ്ങാൻ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ഇവന് പലചരക്ക് കട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കട കൊടുത്തിട്ടുള്ളത്. അവനതിൽ സിഗരറ്റ് വെക്കുന്നത് അവന്റെ കുറ്റം. നമ്മൾ കണ്ടാൽ തടയൽ നമുക്ക് നിർബന്ധമാണ്, പറഞ്ഞു കൊടുക്കലൊക്കെ ഇൻകാറുൽ മുൻകറൊക്കെ നിർബന്ധമാണ്. പക്ഷെ വാടക കൊടുക്കുന്നതിൽ തെറ്റില്ല, അവൻ ആ സാധനം വിറ്റതുകൊണ്ട്. അതുപോലെ തന്നെ സാധാരണ നടക്കുന്ന ഒരു സംഗതിയാണ്, ഫാർമസിയിലൊക്കെ മരുന്നിന്റെ ബോട്ടിൽ, ആ ബോട്ടിൽ ചിലപ്പോൾ സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ടാവും. അത് ഹറാമാണെന്ന് സംശയമില്ല. ഫോട്ടോന്റെ കാര്യത്തിൽ എന്ത് ഇനിയിപ്പോ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും സ്ത്രീകളുടെ ഫോട്ടോ എന്നുള്ളത് ഹറാമാണ്, യാതൊരു ഇഷ്കാലുമില്ല. അപ്പൊ ആ ബോട്ടിൽ നമ്മൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കട നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുമ്പോൾ ഈ പെണ്ണിന്റെ ഫോട്ടോ നമ്മൾ വിൽക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇസ്ലാമില് കച്ചവടത്തിന്റെ ഷർത്ത് നമ്മൾ പറഞ്ഞു, മുബാഹുൽ മൻഫഅത്തായിരിക്കണം, ഹലാലായ ഉപകാരം വേണം. അപ്പൊ ഈ ഫോട്ടോ എന്നുള്ളത് ഹറാമായ സാധനമാണ്, അത് വിൽക്കാനോ വാങ്ങാനോ പാടില്ല, ഫോട്ടോ വിൽക്കാൻ പാടില്ല. അപ്പൊ ഫോട്ടോ വിറ്റതിന്റെ കുറ്റം ഉണ്ടാവോ? ആ ഇടപാട് ഹറാമാവോ? ഇല്ല. കാരണം അസ്ലിൽ നമ്മൾ വിൽക്കുന്നത് എന്താണ്, ആ ബോട്ടിന്റെ ഉള്ളിലുള്ള മരുന്നാണ് വിൽക്കുന്നത്. അതിന്റെ കൂടെ തബ ആയിട്ടാണ് ഈ ഫോട്ടോ വരുന്നത്. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു കാര്യം ഈ കായിക പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, മൂന്നാമത്തെ കായികയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അൽ മശഖ്ഖതു
തജ്ലിബു തൈസീർ, പ്രയാസം ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ എളുപ്പം ഉണ്ടാകും, ശരീഅത്ത് അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്നുള്ള കായിക. അത് പറയുമ്പോൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, ഈ വിഷയം ദുരുപയോഗം ചെയ്യുന്ന, ഈ കായിക ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഖ്തിലാത്തിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഫോട്ടോയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് തോന്നിയതുപോലെ എല്ലാ കാര്യങ്ങളും പ്രയാസമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞ് ഹലാലാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ വിദ്യാഭ്യാസം അവർ വീട്ടിലിരിക്കാനുള്ളതല്ല. അപ്പോൾ ഇഖ്തിലാത്തില്ലാത്ത സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്ക് എത്രയും പഠിക്കാം. ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ പഠനത്തിന് ഇസ്ലാമിൽ ഒരു പരിധിയൊന്നും വെച്ചിട്ടില്ല. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG, ഡോക്ടറേറ്റ്, ഇങ്ങനെ ഒരു പരിധിയില്ല, അവർക്ക് എത്രയും പഠിക്കാം. പക്ഷേ ഷറഇന്റെ അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം, ഷറഇന്റെ ഹുക്കുമുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അതിൽ പെട്ടതാണ് ഇഖ്തിലാത്തുള്ള സ്ഥലത്ത് അവർ പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇഖ്തിലാത്ത് ഇല്ലാത്തൊരു സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്രയും പഠിക്കാം. പക്ഷേ നമ്മുടെ ഈ കായിക ദുരുപയോഗം ചെയ്യുന്ന അഹ്ലുൽ അഹ്വായിൽപ്പെട്ടുള്ള ആളുകൾ അവർ പറയും എന്താണ്, അതിപ്പോ നമ്മുടെ നാട്ടിൽ സൗകര്യമില്ല, പെൺകുട്ടികൾ പഠിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമാണ്, അതുകൊണ്ട് അവർക്ക് ആവാം, എത്ര വേണമെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ അവസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കും. ഇത് ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നിട്ടുണ്ട്. ഫിഖ്ഹു തൈസീർ എന്നാണ് പറയാ, എളുപ്പമാക്കി കൊടുക്കുന്ന ഫിഖ്. അതിന്റെ ഏറ്റവും വലിയ ഇമാമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ഫിഖ്ഹു തൈസീറിന്റെ. പഴയ കാലത്തൊന്നും ഇല്ലാത്ത ഒരു മദ്ഹബാണിത്. അതിന്റെ ഏറ്റവും വലിയ നേതാവാണ് യൂസുഫ് അൽ ഖർദാവി. എന്തും ഹലാലാണ്. അതേ യൂറോപ്പിലുള്ള ആളുകൾക്ക് കൊടുത്ത ഫത്വ, അവിടെയുള്ള സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ചില സ്ഥാപനങ്ങളിലൊക്കെ സ്വിമ്മിങ് ക്ലാസ് ഉണ്ടാവും, കോളേജുകളിലും സ്കൂളുകളിലൊക്കെ. അതുണ്ടെങ്കിലും അവർക്ക് ഔറത്ത് കാണിച്ചിട്ടുള്ള വസ്ത്രം ഇട്ടാലും കുഴപ്പമില്ല, പഠിക്കാം എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂറോപ്പിലൊക്കെ സൂപ്പർ മാർക്കറ്റ് നടത്തണമെങ്കിൽ അതിൽ പന്നിമാംസം വിൽക്കേണ്ടി വരും, അങ്ങനെ കണ്ടീഷൻ ഉണ്ടാകും. അതുപോലെ സ്റ്റാർ ഹോട്ടലുകൾ നടത്തണമെങ്കിൽ മദ്യം അനുവദിക്കേണ്ടി വരും. അതൊക്കെ പ്രയാസമാണ്. സൂപ്പർ മാർക്കറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ സ്റ്റാർ ഹോട്ടൽ നടത്തിയിട്ടില്ലെങ്കിൽ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ കായികകളിലൊന്നും പെട്ടതല്ല, ഈ കായികകളുടെ ഒന്നും പരിധിയിൽ നിൽക്കുന്നതല്ല, ഇങ്ങനെ അനുവദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ മദ്ഹബിന്റെ അറിയപ്പെട്ട ഒരു ഇമാമാണ് അബ്ദുള്ള ഇബ്നു ബയ്യ ശങ്കീത്തി എന്ന് പറയുന്ന മൗറിത്താനിയക്കാരനായ ഒരു പണ്ഡിതൻ. അദ്ദേഹം ഇതുപോലെ വലിയൊരു ഫിഖ്ഹിന്റെ പണ്ഡിതനാണ്. പക്ഷെ പറഞ്ഞ പോലെ ഈ ദലാലത്തിലാണുള്ളത്, ഫിഖ്ഹു തൈസീറിന്റെ ആളാണ്. മൂപ്പര് പറഞ്ഞത്, യൂറോപ്പിലുള്ള ആളുകളൊക്കെ നമ്മോട് ഫത്വ ചോദിക്കുമ്പോൾ സൂക്ഷിച്ച് ഫത്വ കൊടുക്കണം. എന്താണ്, അള്ളാനെ പേടിച്ചിട്ടല്ല, മറിച്ച് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി. ഉദാഹരണത്തിന് ഒരാൾ നമ്മോട് ഫത്വ ചോദിക്കുകയാണ്, രാവിലെ വെള്ളിയാഴ്ച ദിവസം ചിലപ്പോൾ അവർക്ക് ജോലി ഉണ്ടാകും, വൈകുന്നേരം വരെ ജോലിയായിരിക്കും, രാവിലെ മുതൽ അസർ വരെ ജോലിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അസറിന്റെ സമയത്ത് ജുമുഅ നമസ്കരിക്കാം എന്നുള്ള മാലിക്കി മദ്ഹബിൽ ഒരു ഖൗലുണ്ട്, അതെടുത്തിട്ട് ഫത്വ കൊടുക്കണം. അതുപോലെ ചില ആളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഷിഫ്റ്റ്, അപ്പോൾ അവർക്ക് ളുഹറിന്റെ വക്താവുന്നതിന് മുമ്പ് പുറപ്പെടേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ളുഹ നമസ്കാരത്തിന്റെ സമയത്ത്, അതായത് ളുഹറിന്റെ മുമ്പ് തന്നെ ജുമുഅ നടത്താമെന്ന് ഹംബലി മദ്ഹബിൽ ഒരു ഖൗലുണ്ട്, അത് വെച്ച് നമ്മൾ ഫത്വ കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ദുരുപയോഗമാണ്. ഈ കായികകളുടെ ഒന്നും പരിധിയിൽ നിൽക്കുന്നതല്ല ഈ പറയുന്ന സംഗതികൾ. നേരെ മറിച്ച് ഈ കായികകൾ നമ്മൾ പറഞ്ഞു, അതിന്റെ ഹുദൂദുകളുണ്ട്, അതിന്റെ പരിധികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മൊത്തം സമുദായത്തെ ബാധിക്കുന്ന ആവശ്യമായിരിക്കണം, എന്നാലേ അനുവദിക്കപ്പെടുള്ളൂ ഹറാമുകൾ. നമ്മൾ പറഞ്ഞു, അപ്പൊ മൊത്തം ആളുകളെ ബാധിക്കുന്നത്, നമ്മൾ അതിനുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. നേരെ മറിച്ച് ഈ സൂപ്പർ മാർക്കറ്റ് നടത്തുക എന്നുള്ളത് മൊത്തം മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ? മുസ്ലിങ്ങളിൽ എത്ര ശതമാനമാണ് സൂപ്പർ മാർക്കറ്റ് നടത്തുക? 1% പോലും നടത്തുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് ഒരു ഫത്വ കൊടുക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പഠിക്കുക എന്നുള്ളത് അതൊരു ഹാജത്താണോ? അതൊരു ഹാജത്തല്ല, അതൊരു കമാലിയാത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമ്പാദിക്കുക എന്നുള്ളത് ഹാജത്ത് പോലുമില്ല. അവർക്ക് വെറുതെ ഇരുന്നാൽ മതി. പുരുഷന്മാർക്കാണ് ഇസ്ലാമിലെ ഖവ്വാമത്ത്, അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള കായികകളൊന്നും പരിഗണിച്ചിട്ടല്ല ഇവര് ഈ ഫത്വകൾ കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റേ ആളുകളുണ്ട്, ഒരു വിഭാഗം ആളുകൾ, അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ കായികകളുടെ അടിസ്ഥാനത്തിൽ ഫത്വകൾ കൊടുക്കുന്ന ഉലമാക്കളെ പറ്റി അവർ ഹവയുടെ ആളുകളാണ്, അവർ റുഖ്സ പിന്തുടരുന്ന ആളുകളാണ്, എല്ലാ ഉലമാക്കളുടെയും ഇളവുകൾ തേടി നടക്കുന്നവരാണ് എന്ന് പറയും. അതും ദുൽമാണ്. ഇളവുകൾ തേടി നടക്കുന്നതല്ല, മറിച്ച് ഫിഖ്ഹിന്റെ ഈ വ്യക്തമായ കായികകളുടെയും അതിന്റെ ദലീലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഫത്വകളൊക്കെ ഉലമാക്കൾ കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ ഖായിദ അദ്ദററു യുസാൽ. അദ്ദററു യുസാൽ. മൈക്കടപോട്. അദ്ദററു യുസാൽ എന്ന് പറഞ്ഞാൽ, ദറർ എന്ന് പറഞ്ഞാൽ പ്രയാസം, പ്രയാസം നീക്കണം. അത് ശരീഅത്തിന്റെ ഒരു താല്പര്യമാണ്, ഫിഖ്ഹിന്റെ ഒരു താല്പര്യമാണ്.
ബോർഡിൽ എഴുതിയാലും ആരും നോക്കൂല, അപ്പൊ മായ്ക്കണം നോക്കിയിരിക്കുക. ഫിഖഹിന്റെ ഒരു താല്പര്യമാണ് ദറർ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിലെ നിയമങ്ങൾ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല പൊതുവിൽ. അതിനുള്ള തെളിവ് എന്താണ്? ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വലാ യുദാറ കാതിബുൻ വലാ ഷഹീദ്. കടമിടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോ കടമിടപാടുകൾ എഴുതി വെക്കുന്ന എഴുത്തുകാരനും സാക്ഷി നിൽക്കുന്ന ആളും ഉപദ്രവിക്കാൻ പാടില്ല, അവരെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പാടില്ല. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷിയായ ആളെ ഇടക്കിടക്കിങ്ങനെ വിളിച്ചു വരുത്തുക, പിന്നെ കടത്തിനെ കുറിച്ച് ചർച്ച ഉണ്ട് വാ എന്നുകൊണ്ട് വിളിച്ച്, പിന്നെ പിറ്റേ ദിവസം ചർച്ച, ഇങ്ങനെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ എഴുത്തുകാരൻ കടം എഴുതി വെച്ച ആള്, അയാളോട് ഇതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് എഴുതാൻ അറിയുന്ന ആളുകൾ കുറവാണ്. അപ്പൊ എല്ലാവരും എഴുതിപ്പിക്കുന്നത് ഈ ആളുകൾ കൊണ്ട് തന്നെയായിരിക്കും. അപ്പൊ അവരെങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ എന്താണ്? ശരീഅത്ത് വിലക്കിയിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദററ വലാ ദിറാർ. നിങ്ങൾ സ്വയം ഉപദ്രവിക്കരുത്, മറ്റുള്ളവരെയും ഉപദ്രവിക്കരുത്. ഇത് ഒരു പൊതുവായ കൽപ്പനയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന കായിദകൾ, ഇപ്പൊ നമുക്ക് കായിദ കിട്ടി, അദ്ദററു യുസാൽ. നാലാമത്തെ കായിദ അദ്ദററു യുസാൽ. ഇതിന്റെ ദലീല് നമ്മൾ പറഞ്ഞു, ലാ ദററ വലാ ദിറാർ എന്നുള്ള ഹദീസ്. അതുപോലെ വലാ യുദാറ കാതിബുൻ വലാ ഷഹീദ് എന്നുള്ള ആയത്ത്. ലാ ദററ വലാ ദിറാർ എന്നുള്ള ഹദീസും ലാ യുദാറ കാതിബുൻ വലാ ഷഹീദ് എന്നുള്ള ആയത്തും. ഇനി ഇതിൽ നിന്നുള്ള തഫ്രീഉകൾ, ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റ് തത്വങ്ങൾ. ഒന്നാമത്തേത് യുദ്ഫഉ അദ്ദററുൽ ആമു ബിദ്ദററിൽ ഖാസ്. യുദ്ഫഉ അദ്ദററുൽ ആം, പൊതുവായ ദറർ. ഒന്നാമത്തെ തഫ്രീഉ യുദ്ഫഉ അദ്ദററുൽ ആം, പൊതുവായ ഒരു പ്രയാസം അത് തടയപ്പെടണം, അത് തടയണം. ദഫഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. മൊത്തം മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രയാസത്തെ തടയണം. ബിദ്ദററിൻ ഖാസ്, ഖാസായിട്ടുള്ള ഉപദ്രവം സഹിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാല് മൊത്തം ഉമ്മത്തിന് പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി വ്യക്തികൾ ചില പ്രയാസങ്ങൾ സഹിക്കാം. കാരണം പ്രയാസം നീക്കുക എന്നതിന്റെ ഭാഗമാണത്. ചില സമയത്ത് എല്ലാവരുടെയും പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കൂല. അപ്പോ മൊത്തം മുസ്ലിം ഉമ്മത്തിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക. അതിന് ഉദാഹരണമായിട്ട് ഫുഖഹാക്കൾ പറയുന്ന ഒരു മസല ഹജ്ർ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഹജ്ർ അല്ല, തമ്മിൽ തെറ്റി നടക്കുന്നതിന് ഹജ്ർ എന്ന് പറയാം. ഹജ്ർ, ഹാജീം റ. ഹജ്ർ എന്ന് പറഞ്ഞാല് കച്ചവട ഇടപാടുകളുടെ കാര്യത്തില്, അതുപോലെ വിവാഹം, അങ്ങനെ മറ്റുള്ള മുആമലാത്തില് ആളുകളെ ഉപദ്രവിക്കുന്ന ആള്, ബുദ്ധിയില്ല അല്ലെങ്കിൽ പിന്നെ പക്വതയില്ലാതെ പെരുമാറുന്ന ആളാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ഹജ്ർ ചെയ്യുന്ന പറഞ്ഞാൽ അവരെ തടയും. അവരുടെ ഇടപാടുകൾ അംഗീകരിക്കൂല, അവരുമായിട്ട് കച്ചവടം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഖാളി പ്രഖ്യാപിക്കും. അതാണ് ഹജ്ർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? അവർക്ക് പ്രയാസം ഉണ്ടാവും. ഇപ്പൊ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആള്, കഴിവുണ്ടായിട്ടും അവൻ തിരിച്ചു കൊടുക്കൂല, അറിയപ്പെട്ടതാണ്. അതുപോലെ കച്ചവട ഇടപാടുകൾ വഞ്ചന കാണിക്കും, കേടുള്ള സാധനങ്ങൾ, പിന്നെ കേടുപാടുകളുള്ള വസ്തുക്കൾ അത് മറച്ചു വെച്ചിട്ട്, ന്യൂനതകൾ മറച്ചു വെച്ചിട്ട് വിൽക്കും. ഇതൊക്കെ അറിയപ്പെട്ട ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അവനെ ഇടപാടിൽ നിന്ന് തടയും, മൊത്തം ഉപരോധം ഏർപ്പെടുത്തും. അപ്പൊ ഇതുകൊണ്ട്, ഈ ഉപരോധം കൊണ്ട് ഇവന് പ്രയാസമുണ്ട്, അവന്റെ കാര്യം ബുദ്ധിമുട്ടാവും. പക്ഷെ മൊത്തം ഉമ്മത്തിന്റെ പ്രയാസം മാറ്റാൻ വേണ്ടി ആ ഖാസായ ദറർ അവിടെ സഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ അടുത്ത തഫ്രീഉ, ഇതിൽ നിന്ന് കിട്ടുന്ന അടുത്ത തഫ്രീഉ യുദ്ഫഉ അദ്ദററുൽ അക്ബർ. യുദ്ഫഉ അദ്ദററു അൽ അക്ബറു, വലിയ അപകടം തടയുക. ബിദ്ദററിൽ അസ്ഗർ, ചെറിയ അപകടം സഹിച്ചുകൊണ്ട്. ചെറിയ പ്രയാസം അനുഭവിച്ചാലും വലിയ പ്രയാസം തടയാൻ. എന്താ ഉദാഹരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലൗലാ അന്ന ഖൗമകി ഹദീസു അഹദിൻ ബികുഫർ. നിന്റെ ഖൗമ് അഥവാ ഖുറൈശികള് അവര് പുതുമുസ്ലിങ്ങളായിരുന്നില്ലെങ്കിൽ, ഇപ്പൊ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്, അല്ലായിരുന്നെങ്കിൽ ലഹദ്ദംതുൽ കഅബ, ഞാൻ കഅബ പൊളിക്കുമായിരുന്നു. വബനൈതുഹാ അലാ ഖവാഇദി ഇസ്മാഈൽ, ഞാൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയതുപോലെ ആ ഷേപ്പിൽ ഉണ്ടാക്കുമായിരുന്നു. നമുക്കറിയാം ജാഹിലിയ കാലത്ത് 2 പ്രാവശ്യം കഅബ പൊളിക്കുകയും പണിയും ചെയ്തിട്ടുണ്ട്. കേടുപാടുകൾ സംഭവിച്ചപ്പോ മുശ്രിക്കുകൾ അന്നത് പൊളിച്ചു പണിതിട്ടുണ്ട് 2 പ്രാവശ്യം. ആ സമയത്ത് അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ട് കഅബയുടെ. അത് ഞാൻ പുതുക്കി പണിയുമായിരുന്നു, ഇസ്മായിൽ നബി ഉണ്ടാക്കിയതുപോലെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. വജഅൽതു ലഹാ ബാബൈൻ, 2 വാതിലും ഞാൻ വെച്ചു കൊടുക്കുമായിരുന്നു. ബാബുൻ യുദ്ഖലു മിൻഹു വബാബുൻ യഖ്റുജൂന മിൻഹു, ആളുകൾക്ക് കയറാനും ഇറങ്ങാനുമായിട്ട് 2 വാതിൽ ഞാൻ
സ്ഥാപിക്കുമായിരുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ലററുണ്ട്. എന്താണ്? 2 ലററുണ്ട്. വലിയ ലറർ എന്താണ്? കാബ പൊളിച്ചാല് ചിലപ്പോൾ പുതുതായി മുസ്ലിമായ ആൾക്കാരൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബ പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് മുർത്തദ്ദായി പോകും. കാബ പൊളിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാളുടെ ദീന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത്ര ബഹുമാനിക്കുന്നതാണ് അവർ കാബയെ. എന്നാലോ പൊളിക്കാതെ വെച്ചാലും പ്രയാസമുണ്ട്. ഇസ്മായിൽ നബി ഉണ്ടാക്കിയ പോലെ അല്ല ഉള്ളത്, അത് മാറിയിട്ടുണ്ട്. അപ്പൊ ചെറിയ അപകടം സഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? വലിയ അപകടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ദലീൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ ഒരു അറാബി വന്നിട്ട് മൂത്രമൊഴിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അയാളെ തടയേണ്ടതില്ല എന്ന് പറഞ്ഞു. മൂത്രമൊഴിക്കുന്നത് പൂർത്തിയാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. സഹാബത്ത് പിടിക്കാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തടയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അവിടെ 2 ലററുണ്ട്. അയാളെ തടഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോ അയാൾ ഇസ്ലാം തന്നെ ഉപേക്ഷിച്ചു പോകും. കാരണം അറാബിയാണ്, പള്ളിയിൽ മൂത്രം വഹിക്കാൻ മാത്രം അറിവില്ലാത്ത ആളാണ്. അപ്പോ അയാളെ ചിലപ്പോൾ തടഞ്ഞാല് ഈ ദീൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ മടങ്ങിപ്പോകും. അത് മാത്രമല്ല, ചിലപ്പോൾ പള്ളിയിൽ മൂത്രം എല്ലാ സ്ഥലത്തും കൂടുതൽ സ്ഥലത്ത് വ്യാപിക്കും തടയാൻ ചെന്നാൽ. അല്ലെങ്കിൽ അയാൾ ഒരു സ്ഥലത്ത് മൂത്രം വെച്ചിട്ട് പോയിക്കോളൂ, അവിടെ മാത്രം വൃത്തിയാക്കിയാൽ മതി. അയാളെ തടഞ്ഞ് പിടിച്ചു വെക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പള്ളി മുഴുവൻ മൂത്രമായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതാണ് ഒരു തടസ്സം, ഒരു ലറർ. ഒന്നെന്താണ്? ഇയാൾ മൂത്രമൊഴിക്കുക പള്ളിയിൽ, ഒരു സ്ഥലത്ത് മാത്രം മൂത്രമൊഴിച്ച് വെക്കുക എന്നുള്ളത്. ഇപ്പുറത്ത് അയാൾ മുർത്തദ്ദായി പോവുക, പള്ളി മുഴുവൻ മൂത്രമാവുക. അങ്ങനെ 2 പ്രശ്നങ്ങൾ. അപ്പൊ ഏതിന് മുൻഗണന കൊടുത്തു? വലിയ അപകടം ചെറിയ അപകടത്തെ കൊണ്ട് തടഞ്ഞു. ആ മൂത്രം അവിടെ വയ്ക്കുക എന്നുള്ളത് സഹിച്ചുകൊണ്ട് കൂടുതൽ വലിയ അപകടത്തെ തടഞ്ഞു. അതുപോലെ ഇതിനുള്ള മറ്റൊരു ദലീലാണ് ചെറിയ അപകടം സഹിക്കുക എന്നിട്ട് വലിയ അപകടം തടയുക എന്നുള്ളതിനുള്ള തെളിവാണ് സുൽഹുൽ ഹുദൈബിയ. നമുക്കറിയാം, ഹുദൈബിയ സന്ധിയിലുള്ള പല വ്യവസ്ഥകളും മുസ്ലിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. എന്തൊക്കെയാണ് വ്യവസ്ഥ? മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ അവനെ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചു പറഞ്ഞേക്കണം. മക്കയിലുള്ള പീഡനം നമുക്കറിയാവുന്നതാണ്. മദീനയിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായാൽ അവനെ മക്കയിലേക്ക് പറഞ്ഞയക്കാൻ വേണം. മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് നേരെ എതിരായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. കാരണം വലിയൊരു മസ്ലഹത്ത് വരാനുണ്ട് എന്ന് അല്ലാഹു തആല അറിയിച്ചിരുന്നു. എന്താണ് മസ്ലഹത്ത്? മക്ക ഫതഹാകാൻ പോവാണ്. കാരണം ഇങ്ങനെ മക്കയിൽ മുസ്ലിമായ ആളുകളാണ്. അവർ മുശ്രിക്കുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. അവർ മക്കയിൽ ഇവർ യാത്ര പോകുന്ന വഴികളിൽ, കച്ചവടത്തിന് പോകുന്ന വഴികളിലൊക്കെ കൂടിയിരുന്ന് ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങി മുശ്രിക്കുകളെ. അങ്ങനെ അവർ ഈ ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞ കരാറ് ലംഘിക്കാൻ നിർബന്ധിതരായി. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കരാർ വേണ്ട, അവിടെ ഇസ്ലാം സ്വീകരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും അതിനുശേഷം യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധവുമായി പുറപ്പെടുകയും മുശ്രിക്കുകൾ പേടിച്ച് കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ മക്ക ഫതഹായി. അപ്പൊ വലിയ അപകടം, അഥവാ മക്ക ഫതഹാവാതെ തുടരുക എന്നുള്ള അപകടം, അത് തടയാൻ വേണ്ടി എന്ത് ചെയ്തു? ചെറിയൊരു പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോടെ സഹിച്ചു. അതുപോലെ തന്നെ ഈ ഖായിദയുടെ യുദ്ഫഉ ദററുൽ അക്ബർ ബിൽ ദററിൽ അസ്ഗർ, ചെറിയ അപകടം സഹിച്ചുകൊണ്ട് വലിയ അപകടം തടയുക എന്നുള്ളത് മറ്റൊരു ഉദാഹരണമാണ്. വലിയ അമറിനെതിരായിട്ടുള്ള ഹുറൂജ് ഇസ്ലാം ഹറാമാക്കി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഭരണാധികാരികൾക്കെതിരെയുള്ള ഹുറൂജ് ഹറാമാക്കിയത്? ഭരണാധികാരി എത്ര വാലിമാണെങ്കിലും എത്ര ഫാസിഖാണെങ്കിലും മുസ്ലിം ആണെങ്കിൽ അയാൾക്കെതിരെ ഹുറൂജ് പാടില്ല, വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഭരണാധികാരി ചെയ്യുന്ന എല്ലാ ദുൽമും എന്താണ്? ദററുൻ ഖാസ്, വ്യക്തികളെ ബാധിക്കുന്നതായിരിക്കും, ഏതാനും വ്യക്തികളെ മാത്രം ബാധിക്കുന്നതായിരിക്കും. എന്നാൽ ഇറങ്ങി പുറപ്പെട്ടാലോ, വിപ്ലവം തുടങ്ങിയാലോ ഭരണാധികാരി എല്ലാവരെയും അടിച്ചമർത്തും. അതിനേക്കാൾ വലിയ അക്രമമായിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുപോലെ മുൻഗാമികളൊക്കെ ഇജ്മാ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു മിസാൽ, മറ്റൊരു ഉദാഹരണമാണ് ഈ മസ്അലക്ക്, ഈ ഖായിദക്ക്, വലിയ അപകടം തടയുക എന്നുള്ളതിന്. മസ്അലത്തു തതറുസ് എന്ന് പറയുന്നൊരു മസ്അല ഉണ്ട്. തതറുസ് എന്ന് പറഞ്ഞാല് തുറുസ് എന്നുള്ള വാക്കുന്നുണ്ട്. അതിന് തുറുസ്, ത റ സീൻ. തുറുസ് എന്ന് പറഞ്ഞാൽ പരിച എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, യുദ്ധം നടക്കുന്ന സമയത്ത് മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു തന്ത്രമാണ്. അവര് മുസ്ലിങ്ങളായ ഒരു കൂട്ടം ആളുകളെ പിടിച്ചുകൊണ്ടുവരും. ചിലപ്പോൾ അവരുടെ രാജ്യത്ത് തന്നെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന്, അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള മുസ്ലിങ്ങൾ, ഇങ്ങനെയുള്ള പാവപ്പെട്ട മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ നിരത്തി നിർത്തും, സൈന്യത്തിന്റെ മുമ്പിൽ. അപ്പൊ ഇപ്പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇവരെ അമ്പ ചെയ്യാൻ സാധിക്കൂല. അമ്പ ചെയ്താൽ നമ്മൾ ആളുകൾ തന്നെ മരിച്ചു പോകും. മുശ്രിക്കുകൾ അവരുടെ സൈന്യത്തിന് മുമ്പിൽ മുസ്ലിങ്ങളെ നിർത്തും. അത്തരം സാഹചര്യത്തിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ആ പരിചയമായിട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളെ കൊന്നിട്ടാണെങ്കിൽ പോലും യുദ്ധം ചെയ്യാം എന്നാണ്
ഉലമാക്കൾ പറയുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ എത്രയും മുസ്ലിങ്ങളെ കൊല്ലുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിലും വലിയ അപകടം സംഭവിക്കും. അവരിങ്ങോട്ട് വന്നിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഈ കുറച്ച് മുസ്ലിങ്ങളെ കൊന്നുകൊണ്ട് അവരെ തോൽപ്പിക്കുക, അവരെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അടുത്തതായി ഈ കായിദയുടെ മൂന്നാമത്തെ തഫ്രീഅ്, അദ്ദററു യുസാൽ എന്നുള്ള കായിദയുടെ മൂന്നാമത്തെ തഫ്രീഅ്, ദർഉൽ മഫ്സദതി മുഖദ്ദമുൻ അലാ ജൽബിൽ മസ്ലഹ. ദഫ്ഉൽ മഫ്സദതി മുഖദ്ദമുൻ അലാ ജൽബിൽ മസ്ലഹ. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമുദായത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാക്കുക എന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു ദോഷം തടയുക എന്നതിനായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൽ 3 ചാൻസാണുള്ളത്. അതുകൊണ്ടുള്ള ഗുണവും ദോഷവും നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പോവാണ്, അതുകൊണ്ടുള്ള ഗുണവും ദോഷവും നമ്മൾ നോക്കുമ്പോൾ ഗുണമാണ് കൂടുതൽ ദോഷത്തെക്കാൾ. അപ്പൊ എന്ത് ചെയ്യണം? ആ പ്രവൃത്തി നമ്മൾ ചെയ്യണം. ചിലപ്പോൾ ദോഷമായിരിക്കും കൂടുതൽ, അപ്പോ അത് നമ്മൾ ഒഴിവാക്കണം. ഗുണവും ദോഷവും ഒരുപോലെയാണെങ്കിലോ അതുകൊണ്ടുള്ള അപകടവും അതുകൊണ്ടുള്ള നേട്ടവും ഒരേപോലെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപകടം തടയാൻ, മഫ്സദത്ത് തടയാൻ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഗുണം നേടുന്നതിനേക്കാൾ. അപ്പൊ ആ പ്രവൃത്തി ഒഴിവാക്കുകയാണ് വേണ്ടത്. ഗുണവും ദോഷവും ഒരുപോലെയാണ്. ഒരു കാര്യം ചെയ്താൽ ഒരു ഭാഗത്ത് നമുക്ക് ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്, രണ്ടും ഒരേ അളവാണ്. അങ്ങനെയാണെങ്കിൽ ദോഷം തടയുക എന്ന ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഉദാഹരണം എന്താ? വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. അല്ലാഹു അല്ലാതെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇലാഹുകളെ നിങ്ങൾ തെറി പറയരുത്. തെറി പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? തിരിച്ച് അള്ളാഹുവിനെ തെറി പറയും. അപ്പോ ഇവിടെ ഒരു മുശ്രിക്കുകൾ ആരാധിക്കുന്ന ഒരു താഗൂത്തിനെ ചീത്ത പറയാന്നുള്ളത് അത് ഹൈറാണ്. കാരണം താഗൂത്താണ്, അതിനെ ചീത്ത പറയാന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ തിരിച്ചെന്ത് ചെയ്യും? അവര് അള്ളാഹിനെ ചീത്ത പറയും ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് ഒരു ഭാഗത്ത് തൗഹീദാണ്. എന്താണ്? മുശ്രിക്കുകളുടെ ഇലാഹുകളെ കുറ്റം പറയാന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ്. തിരിച്ച് അള്ളാഹുവിന്റെ ഹക്കില്, അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു തെറി ഈ ഭൂമിയിൽ പറയപ്പെടുക എന്നുള്ളത് ഒരു വലിയ അപകടമാണ്. അപ്പൊ നമ്മൾ ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ അപകടം തടയാനാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത്. അടുത്ത കായിദ, 5ാമത്തെ കായിദ, അവസാനത്തേതാണ്. അൽ ആദതു മുഹക്കമത്തുൻ. അൽ ആദതു മുഹക്കമത്തുൻ. ആദത്ത് എന്ന് പറഞ്ഞാൽ നാട്ടു നടപ്പ്. ചില ആളുകൾ ഉർഫ് എന്ന് പറയും. നാട്ടു നടപ്പ്, കസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ. നാട്ടു നടപ്പുകൾ അത് നിയമപ്രാബല്യമുള്ളതാണ്. ശരീഅത്ത് അതിന് നിയമപ്രാബല്യം കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അല്ലാഹു തആല പറഞ്ഞു, ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. സൂറത്ത് ബഖറയിൽ ത്വലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ത്വലാഖ് ചെയ്ത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഫഇംസാകും ബിമഅറൂഫ്. ഒന്നുകിൽ നാട്ടു നടപ്പ് പ്രകാരം അവരെ കൂടെ നിർത്തുക, ഭാര്യമാരെ. എന്നാൽ നാട്ടു നടപ്പ് പ്രകാരം എങ്ങനെയാണോ ഭർത്താവ് ഭാര്യയെ കൊണ്ടു നടക്കുന്നത്, എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കുന്നത്, അതൊക്കെ ചെയ്തുകൊണ്ട് കൂടെ നിർത്തുക. ഔ തസ്രീഹും ബിഇഹ്സാൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞയക്കുക, അവർക്കുള്ള എന്തെങ്കിലും തുക കൊടുത്തുകൊണ്ട് ത്വലാഖ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇതാണ് ഒരു തെളിവ്. അതുപോലെ തന്നെ മറ്റൊരു തെളിവ് ഒരു ഹദീസാണ്, ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ്, ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹ എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്, നമുക്കറിയാം, ഹിന്ദ് റളിയല്ലാഹു അൻഹ. അപ്പൊ അബൂ സുഫിയാനെ കുറിച്ച് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ്. അബൂ സുഫിയാൻ ഒരു പിശുക്കനാണ്. ലാ യുഅ്തീനി മിനൽ മാലി മാ യക്ഫീനി വയക്ഫി ബനിയ. എനിക്കും എന്റെ മക്കൾക്കും ആവശ്യത്തിനുള്ളത് തരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദി മിൻ മാലിഹി മാ യക്ഫീകി വയക്ഫി ബനീക്. നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമുള്ളത് എടുത്തുകൊള്ളുക. ബിൽ മഅറൂഫ് എന്ന വാക്ക് ഉപയോഗിച്ചു. ഉർഫ് പ്രകാരം,
അങ്ങനെ നാട്ടു നടപ്പ് പ്രകാരം എന്താണോ ആവശ്യമുള്ളത് അതാണ് എടുക്കേണ്ടത്. അല്ലാതെ മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ വീട് കയറ്റാന് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആർഭാടമായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങാന് അങ്ങനെ എടുക്കാൻ പാടില്ല. ഉറുഫ് പ്രകാരം ചെലവിന് ആവശ്യമുള്ളത് എടുക്കാം. ഇതുപോലെ ധാരാളം തെളിവുകളുണ്ട്. അപ്പോൾ ഉറുഫ് എന്നുള്ളത് ഹുജ്ജത്താണ്. നാട്ടു നടപ്പ് എന്നുള്ളത് ഇസ്ലാമിൽ ഒരു ഹുജ്ജത്താണ്. ഇനി ഇതിൽ നിന്നുള്ള തഫ്രീഉകൾ, ഈ ഖാഇദയിൽ നിന്ന് കിട്ടുന്ന ചില ഖാഇദകൾ. തഗയ്യുറുൽ ഫത്വ ബിതഗയ്യുരി الزമാനി വൽ മക്കാൻ. തഗയ്യുറുൽ ഫത്വ ബിതഗയ്യുരി الزമാനി വൽ മക്കാൻ. കാലവും നാടും മാറുന്നതിനനുസരിച്ച് ഫത്വ മാറും. അത് ഒരു സത്യമാണ്. അവസ്ഥക്കനുസരിച്ച് ഫത്വ മാറും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇഅ്ലാമുൽ മുവഖ്ഖിഈനിൽ, അതുപോലെ ഇമാം ഷാത്തിബി അൽ മുവാഫഖാത്ത് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സൗദി അറേബ്യയില് അവിടെ ലഹ്മ് എന്ന് പറഞ്ഞാല്, ഇറച്ചി എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് മട്ടനും അതിന്റെ മുകളിലുള്ളതാണ് ലഹ്മ് എന്ന് പറയാ. കോഴി ഇറച്ചിക്ക് ലഹ്മ് എന്ന് പറയില്ല. അപ്പൊ ഒരാൾ പറയാണ്, ഇപ്പോ നിക്കാഹിന്റെ സമയത്ത് ഷർത്ത്, പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. ഒരു പെണ്ണ് ഷർത്ത് വെച്ചു, ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വേണം, കിട്ടിക്കൊള്ളണം എന്ന് ഷർത്ത് വെച്ചു. അപ്പൊ ഈ ലഹ്മ എന്താണ് എന്നുള്ളൊരു തർക്കമുണ്ടായി. പിന്നെ ഇവൻ കോഴിയാണ് കൊടുക്കുന്നത്. ആദ്യത്തെ 2 ആഴ്ച മട്ടൻ കൊടുത്തിട്ട് പിന്നെ ചിക്കനാക്കി. അങ്ങനെ ആയാൽ അതൊരു കേസായി കോടതിയിലെത്തിയാൽ അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ആദത്ത് പ്രകാരം മട്ടൻ തന്നെയാണ്. നമ്മുടെ നാട്ടില് ചിലപ്പോൾ ചിക്കൻ അതിൽ പെടും. ഇറച്ചി എന്ന് പറഞ്ഞാൽ ചിക്കനും അതിൽ ഉൾപ്പെടാം. അങ്ങനെ നാടിനനുസരിച്ച് ഉറുഫിനനുസരിച്ച് ഫത്വ മാറും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ ലം യഅരിഫിൽ അറാഫ്, ആർക്കാണോ ഉറുഫ് അറിയാത്തത്, നാട്ടു നടപ്പറിയാത്തത്, ലാ തജൂസു ലഹുൽ ഫത്വ, അവൻ ഫത്വ കൊടുക്കാൻ പാടില്ല. ഓരോ നാട്ടിലെയും നാട്ടു നടപ്പ് അറിയാത്തവൻ അവിടെ ഫത്വ കൊടുക്കാൻ പാടില്ല. അവിടുത്തെ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അവിടുത്തെ ഓരോ വാക്കിന്റെ അർത്ഥത്തിന് ഓരോ നാടിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. ഇനി അവസ്ഥക്കനുസരിച്ച് ഫത്വ മാറുന്നതിനുള്ളൊരു ഉദാഹരണമാണ്. ഫത്വ മാറുന്നതിനുള്ളൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നൊരു ഉദാഹരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതുപോലെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സാരിബുൽ മസ്ലൂലിലൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ള സംഗതിയാണ്. ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. നിങ്ങൾക്കറിയാം, ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന മുനാഫിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് വീതിച്ചു കൊടുത്ത സമയത്ത് നീതി പാലിക്കുക മുഹമ്മദെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വാക്ക് എന്താണ്? കുഫറിന്റെ വാക്കാണ്, അല്ലേ? കുഫറിന്റെ വാക്കാണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറ്റം പറഞ്ഞാൽ, തെറി പറഞ്ഞാൽ അവന്റെ ശിക്ഷ വധശിക്ഷയാണ്. അത് ഇസ്ലാമില് വേറെ ഒരു മാർഗം അവന്റെ മുമ്പിലില്ല. തൗബ ചെയ്താൽ പോലും അവന് കൊന്നുകളയണമെന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഫുഖഹാക്കളുടെ കൗലുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതായിരുന്നാലും വധശിക്ഷ എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇയാൾ എന്തുകൊണ്ട് കൊന്നില്ല? അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞതായി ഈ ഹദീസിന്റെ ലഫ്ളിൽ തന്നെ കാണാം. ഹത്താ ലാ യതഹദ്ദസ അന്നാസ് അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു. മുഹമ്മദ് തന്റെ കൂട്ടുകാരെ കൊല്ലാൻ തുടങ്ങി എന്ന് ജനങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി. കാരണം ഇയാൾ മുനാഫിക്കാണെങ്കിലും മുസ്ലിമായിട്ടാണ് അറിയപ്പെടുന്ന സമൂഹത്തിൽ. അപ്പൊ അയാളെ കൊല്ലാൻ തുടങ്ങിയാൽ, അയാളെ കൊന്നാല് മുശ്രിക്കുകൾ എന്ത് പറയും? ഇസ്ലാം സ്വീകരിച്ച് അങ്ങോട്ട് പോകണ്ട, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ കൊല്ലലാണ് ഇപ്പൊ അവിടുത്തെ രീതി എന്ന് ആളുകൾ പറയും. അപ്പൊ മുസ്ലിം ആവാൻ ആളുകൾക്ക് പേടിയാകും. അതുകൊണ്ട് അവിടെ ഒരു മസ്ലഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ മാറ്റി നിർത്തി. ആ ഹാല് പരിഗണിച്ചിട്ട്, ആ അവസ്ഥ പരിഗണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് മാറ്റി നിർത്തി. കാരണം ഇസ്ലാമിന്റെ നിയമങ്ങൾ ആളുകൾക്കിടയിൽ അറിയപ്പെട്ടിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാരണത്തിന്റെ പേരിലാണ് എന്ന കാര്യം ജനങ്ങൾക്കറിയില്ല. അപ്പൊ അവിടുത്തെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇനി ഉറുഫ് പരിഗണിക്കേണ്ട മസ്അലകൾ എന്ന് പറയുന്നത്, എല്ലാ മസ്അലയിലും ഉറുഫ് പരിഗണിക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റുന്ന മസ്അലകളുണ്ട്, പറ്റാത്ത മസ്അലകളുണ്ട്. ഉദാഹരണത്തിന് സക്കാത്ത്. സക്കാത്ത് ഒരാൾ പറയാണ്, എന്റെ നാട്ടിലൊക്കെ എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നത് റമദാൻ മാസത്തിൽ ഇങ്ങനെ ചില്ലറ കൊടുക്കലാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ ഉറുഫ് എന്ന് പറഞ്ഞിട്ട്. അത് പറ്റൂല. ശരീഅത്ത് വ്യക്തമാക്കിയ നിയമങ്ങളിൽ ഉറുഫിന് പിന്നെ സ്ഥാനമില്ല. എവിടെയാണ് ഉറുഫിന് പ്രസക്തിയുള്ളത്? ശരീഅത്ത് ഒരു അമലിന്റെ രൂപം, ഒരു ഇബാദത്തിന്റെ രൂപം വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല. അത്തരം
ഇബാദത്തുകളിലാണ് നാട്ടു നടപ്പ് പരിഗണിക്കേണ്ടത്. ഉദാഹരണത്തിന് ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, നല്ല സ്വഭാവം, അതാണ് ബിറുൽ വാലിദൈൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം അവരോട് എന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നാട്ടു നടപ്പ് പ്രകാരം, അപ്പൊ നാട്ടു നടപ്പിൽ എല്ലാ ദിവസവും ഉമ്മാനെയും വാപ്പാനെയും കാണണം എന്നാണെങ്കിൽ കാണണം. അതുപോലെ തന്നെ ചില നാട്ടിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും. വർഷത്തിലൊരു പെരുന്നാളിന് എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളതായിരിക്കും. തിരക്ക് പിടിച്ച സാഹചര്യങ്ങളൊക്കെ ഉള്ള നാടുകളിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് അവിടുത്തെ ബിറുൽ വാലിദൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ശരീഅത്ത് വ്യക്തമായി വിശദീകരിക്കാത്ത ഇബാദത്തുകൾ. അതുപോലെ തന്നെ ഇക്റാമുൽ ലൈഫ്, അതിഥിയെ സൽക്കരിക്കുക. അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളതിന് ഓരോ നാട്ടിലും ഓരോ രൂപങ്ങളുണ്ടാകും. ഇപ്പോ അറബ് നാടുകളിലൊക്കെ ഒരു അതിഥിക്ക് ചിക്കൻ കൊടുക്കാൻ പാടില്ല എന്നാണ്. ചിക്കൻ എന്ന സാധനം കൊടുക്കാൻ പാടില്ല ഗസ്റ്റുകൾക്ക്. മട്ടൻ മുതലാണ് ഇക്റാമുൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുക്കണം, അത് അവിടുത്തെ ആദത്താണ്. അങ്ങനെ ശരീഅത്ത് വ്യക്തമായ രൂപം പഠിപ്പിച്ചിട്ടില്ലാത്ത ഇബാദത്തുകളിൽ അതിൽപ്പെട്ടൊരു സംഗതിയാണ് മരിച്ച വീട്ടിലുള്ള ഇസാ, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, മയ്യത്തിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മരണ വീട്ടിൽ പോവാന്നുള്ളത്. ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പാടുണ്ടോ? അതിൽ ഇഖ്തിലാഫുണ്ട്. ചില ആളുകൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുന്നാ നഉദ്ദു സുൻഅത്ത് ത്വആമി വൽ ഇജ്തിമാഅ ഇൻദൽ മയ്യിതി മിനൻ നിയാഹ. മരണ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും അവിടെ ഒരുമിച്ച് കൂടുന്നതും വിലക്കപ്പെട്ട നിയാഹത്ത്, ജാഹിലിയത്തിന്റെ പ്രവൃത്തിയായ നിയാഹത്തിലാണ് ഞങ്ങൾ എണ്ണാറുള്ളത് എന്ന് പറഞ്ഞ ഒരു ഹദീസ്, സഹാബത്ത് പറഞ്ഞൊരു വാക്ക് ഇമാം അഹ്മദ് ഉദ്ധരിച്ചതായി പറയാം. ഇത് ഇമാം അഹ്മദ് തന്നെ ലൈഫാക്കിയിട്ടുള്ളതാണ്. ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അസർ അത് ഇമാം അഹ്മദ് തന്നെ ലൈസ ബിശൈ, ഇത് തെളിവിന് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഈ ഹദീസ് ലൈഫായി കഴിഞ്ഞാൽ പിന്നെ നാട്ടു നടപ്പാണ്. നാട്ടിൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഭക്ഷണം ഉണ്ടാക്കാറില്ല എന്നാണെങ്കിൽ ഉണ്ടാക്കണ്ട. അതല്ല, ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്, വരുന്ന ആളുകൾക്ക്, ഗസ്റ്റുകൾക്ക് മരണ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എന്നാണെങ്കിൽ ഉണ്ടാക്കാം. എന്ന് മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ തെളിവുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ഇജ്തമഅ അൻ-നിസ്വതു ഇൻദ ഇംറഅത്തിൻ മാത ഇൻദഹും മയ്യിത്ത്. ഒരു മരണ വീട്ടിൽ കുറെ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി. ഫജാഅത് ആയിഷത്തു മഅഹും. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വന്നു. വഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്നഉ തൽബീന, നിങ്ങൾ തെൽബീന ഉണ്ടാക്കുക. തെൽബീന എന്ന് പറയുന്നത് ഒരു ഭക്ഷണമാണ്. ബാർലിയും തേനും ഒക്കെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. അത് നിങ്ങൾ ഉണ്ടാക്കുക. ഫഇന്നഹു യജുമ്മുൽ ഫുആദ വയുദ്ഹിബുൽ ഹുസ്ൻ, അത് മനസ്സിന് സമാധാനം നൽകും, ദുഃഖം അകറ്റുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ ഒരുമിച്ച് കൂടി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മരണ വീട്ടില് ഇജ്തമഅ അൻ-നിസ്വ, സ്ത്രീകൾ ഒരുമിച്ച് കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇസാ എന്നുള്ളത് അതിൽപ്പെട്ടതാണ്. അവിടെ എങ്ങനെയാണ് എന്ന് വ്യക്തമായി ശരീഅത്ത് പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതാത് നാട്ടിലുള്ള ആചാരപ്രകാരം അതിലൊരു ബിദ്അത്ത് ഉണ്ടാകാൻ പാടില്ല, ശരീഅത്ത് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അൽ ആദത്തു മുഹക്കമത്തുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ 5 കായിദകളാണ് അൽ ഖവാഇദുൽ ഖംസ് അൽ കുബ്ര, വലിയ 5 അടിസ്ഥാന തത്വങ്ങൾ, ഫിഖ്ഹിന്റെ 5 അടിസ്ഥാന തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ കൊടുക്കാനല്ല ഈ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും മസല വരുമ്പോൾ ഈ 5 കായിദകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കാനല്ല ഇത് പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് ഓരോ കാര്യത്തിലും സംശയം ഉണ്ടാകുമ്പോൾ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക. പക്ഷെ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ചില സാഹചര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും ഉലമാക്കളുടെ. അപ്പൊ ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഈ കായിദകളാണ്, ഈ ദലീലുകളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ അംഗീകരിക്കുന്ന, നമ്മൾ ആചരിക്കുന്ന പല അനുഷ്ഠാനങ്ങളും, പല മസ്അലകളും, പല ഹുക്കുമുകളും, അത് എങ്ങനെയാണ് ഉലമാക്കൾ ഈ ഫത്വ കൊടുത്തത്, അവർ തോന്നിയതുപോലെ അവരുടെ ഹവക്കനുസരിച്ച് പറയുന്നതല്ല. ചിലപ്പോൾ ഒരേ ആലിമിന്റെ തന്നെ 2 ഫത്വകൾ വ്യത്യസ്തമായിട്ട് കാണും. അതിന്റെയൊക്കെ കാരണം ഈ പറഞ്ഞ കായിദകളും അതിൽ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ അവർ പരിഗണിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഫിഖ് നമ്മൾ ഇനി കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്കിത് ഈ പറഞ്ഞതൊക്കെ ഉപകാരപ്പെടും. നമുക്ക് തന്നെ ഒരു ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ്, അവന്റെ ദീനിലുള്ള ഫിഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.